കോക്രോച്ച് ടീമുകളും അതിനെ കുറേ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ബുദ്ധിജീവികളും പ്രതിപക്ഷവും ഒക്കെ അതിനകത്ത് കടന്ന് വെറുതെ വരവി എന്തിനാ ഈ പ്രശ്നങ്ങൾ വഴിയുള്ള നിങ്ങൾ ഇനി വരുന്ന കാലവർഷം നിങ്ങൾക്ക് ഭയാനകമായ നഷ്ടങ്ങളും കെടുതികളും ഉണ്ടാക്കി വെക്കും. അതുപോലെ എല്ലാവരോടും പറയാണ്, ഈ അഹങ്കരിക്കുന്ന എല്ലാ രാജ്യത്തിനോടും ഞാൻ പറയാണ്, പ്രകൃതി എല്ലാം കണ്ട് മടുത്ത് വേദനിച്ചിരിക്കുകയാണ്. ആ ശിക്ഷ ശരിക്കും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഞാൻ എഴുതി വച്ചിട്ടുണ്ട്, ഒരു നാൾ എല്ലാവരുടെയും ശ്രദ്ധ റഷ്യയിലായിരിക്കുമെന്ന്. റഷ്യ എന്ന സ്ഥലത്ത് ജനങ്ങളുടെ എല്ലാം ശ്രദ്ധ അവിടേക്ക് പോവും. അത് സംഭവിച്ചിരിക്കും. ഭാരതത്തിൽ എങ്ങനെ ഒരു അശാന്തി ഉണ്ടാക്കാം, ഭാരതത്തിൽ ഒരു വലിയൊരു ഘോരമായൊരു ഒരു ഒരു വിപ്ലവം ഉണ്ടാക്കാൻ എങ്ങനെ കഴിയുമെന്നവർ ഉറക്കമുളഞ്ഞിരുന്ന് പഠിക്കുകയാണ്. അമേരിക്കയിൽ ആര് പോയി പഠിച്ച് ഏത് രാജ്യത്ത് വന്നാൽ ആ രാജ്യത്ത് വിനാശങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അമേരിക്കയ്ക്ക് ഒരുപാട് വിഷമങ്ങൾ അമേരിക്കയുടെ മുന്നിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടും ദാരിദ്ര്യപരമായിട്ടും കാലാവസ്ഥപരമായിട്ടും പല വിനാശങ്ങളും, പല രോഗ പ്രശ്നങ്ങൾ കൊണ്ടും അതിനുള്ളിലെ കലഹങ്ങൾ കൊണ്ടും ആഭ്യന്തര കലഹങ്ങളും ഒക്കെ പലതും അവിടെ തലപൊക്കാൻ സാധ്യതയുണ്ട്. നമസ്കാരം, ഞാൻ സുദർശനൻ കൊല്ലം. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ പ്രിയമിത്രങ്ങളോട്, ലോക ജനതയോട് പറയാനുണ്ട്. നിങ്ങൾ ക്ഷമയോടുകൂടി ശാന്തമായി പറയുന്നത് മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക. നിങ്ങളും കൂടി ചിന്തിക്കേണ്ടുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെങ്ങും വലിയൊരു ആൾക്കാരൊന്നും അല്ല. ചിലർക്ക് ചില സാഹചര്യങ്ങളും കാരണം കൊണ്ട് അറിവുണ്ടാവുന്നു, ബുദ്ധി ഉണ്ടാവുന്നു, പഠിക്കാൻ കഴിയുന്നു, ജോലി നേടാൻ കഴിയുന്നു, ധനികരാവുന്നു, കുറേ പേര് പാപ്പരായി മാറുന്നു. അതൊക്കെ കർമ്മഫലം ഒക്കെ നമുക്ക് പറയാം. ഇതിൻ്റെയൊക്കെ ഇടയിൽ കിടന്ന് ഞെരുങ്ങി ജീവിതം ഹോമിക്കപ്പെടുന്ന കുറേ സാധു മനുഷ്യരുമുണ്ട്, കുറേ കുഞ്ഞു കുട്ടികളുണ്ട്, കുറേ ദീനം പിടിച്ച മനുഷ്യരുമുണ്ട്. നമ്മൾ എല്ലാവരും ഒരുപാട് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത്. ഞാനൊരു വ്യക്തികളെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെ വേദനിപ്പിക്കാനോ ഒന്നുമല്ല പറയുന്നത്. നമ്മൾ കരുതുന്നത് പോലല്ല കാര്യങ്ങളുടെ പോക്ക്. നിങ്ങൾ ഇന്ത്യയിലുള്ള മുഴുവൻ പേരും ഇന്ത്യൻ്റെ മക്കളാണ്. ഇന്ത്യൻ പൗരന്മാരായ എല്ലാവരും ഇന്ത്യയുടെ സന്തതികളാണ്. നിങ്ങളെല്ലാം നമ്മുടെ എല്ലാവരുടെയും പരസ്പര സഹോദരങ്ങളും മിത്രങ്ങളുമാണ്. നമ്മുടെ വീട്ടിൽ ഒരാൾ നമ്മളെ തേജോപതം ചെയ്യാൻ വന്ന നമ്മൾ ആ കുടുംബത്തുള്ളവരെ നോക്കി നിൽക്കുമോ? ഇല്ല. ആ ഒരു മനസ്സാണ് ഇപ്പം നമ്മളിവിടെ നമ്മുടെ രാജ്യത്തിനോട് കാണിക്കേണ്ടത്. കാരണം നമ്മുടെ രാജ്യത്തിനകത്ത് പുരോഗമനം ഉണ്ടാവരുതും, നമ്മുടെ രാജ്യം പുരോഗമനം കൈവരിക്കരുതും, നമ്മുടെ രാജ്യം ഒന്നിനു മുകളിൽ പോകാൻ പാടില്ല. ഈ ലോകത്തിൻ്റെ നേതാവ് ട്രംപാണ്, അമേരിക്കൻ പ്രസിഡൻ്റാണ്, അതിനപ്പുറം ആരും പോണ്ട എന്ന് ഉള്ള മനോഭാവം നടിച്ച് മുന്നേറുന്നൊരു വ്യക്തിയാണ് ട്രംപ്. അപ്പം നമ്മൾ എന്നല്ല, മിക്ക രാജ്യങ്ങളും അവരുടെ അടിമകളായിട്ട് തന്നെ പോണമെന്നാണ് അവരുടെ ചിന്തയും അവരുടെ ആഗ്രഹവും. അത് ഇന്ത്യയുടെ മുന്നിൽ നടക്കില്ല എന്ന് വ്യക്തമായി ട്രംപിന് മനസ്സിലായി. ട്രംപ് ഈ കാട്ടിക്കൂട്ടുന്ന പ്രശ്നങ്ങൾ നിസ്സാരമായിട്ട് നിങ്ങൾ ആരും തള്ളിക്കളയരുത്. നിങ്ങൾ ഓരോരുത്തരും അത് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം റഷ്യ ഉക്രൈനെ ആക്രമിച്ചു. ഉക്രൈനെ ആക്രമിച്ചപ്പോൾ അവിടെ ഉണ്ടായ ആ ഭീകരമായ ഒരു സ്വഭാവം ഉടലെടുത്തിരിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടെന്ന കാര്യം. അമേരിക്ക ഇസ്രയേലിനോട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടും വളരെ അപേക്ഷിച്ചും പറയുകയാണ്, അമേരിക്കയെ കണ്ണടച്ച് വിശ്വസിക്കരുതും. അമേരിക്കയെ കണ്ടുകൊണ്ട് ഒരു കാര്യത്തിനും ഇറങ്ങാതിരിക്കുക. ഭാരതം എന്നും നിങ്ങൾക്കൊപ്പമാണെന്നുള്ളത് നിങ്ങൾക്ക് നല്ലപോലെ അറിയാം. ഭാരതം സത്യസന്ധമായി ജീവിക്കൂ. അപ്പം ഇസ്രയേലോ അല്ലെങ്കിൽ ഉക്രൈനൊക്കെ വലുതായാൽ ഭാരതത്തിന് സന്തോഷമേ ഉള്ളൂ. അതാണ് ഭാരതത്തിലെ ജനങ്ങളുടെ മനോഭാവം. പക്ഷേ ഇവിടെ റഷ്യ ഒന്നുമല്ല. റഷ്യ ലോകത്തിന് നേതാവാൻ അമേരിക്ക അനുവദിക്കില്ല. അപ്പം അങ്ങനെ ആരും ആവണ്ട എന്നൊരു മനോഭാവമാണ് ട്രംപിനുള്ളത്. ട്രംപിൻ്റെ ഈ പോക്ക് അതിമാരകമായ കുഴപ്പത്തിലോട്ടാണ്. ശരിക്കു പറഞ്ഞാൽ അറബ് രാജ്യങ്ങളെ ഒരുപാട്
ഒരുപാട് വിഷമഘട്ടത്തിലോട്ടാണ് കൊണ്ടുപോകുന്നത്. ആ രാജ്യങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക. ഈ ട്രംപിൻ്റെ മനോഭാവം നിങ്ങളെ വളർത്താനല്ല, നിങ്ങളെ തളർത്താനാണ്, നിങ്ങളെ ഉന്മൂലനം ചെയ്യുക എന്നുള്ള ലക്ഷ്യമാണ്. ധനം കൊണ്ടും അല്ലാതെ മസിൽ പവർ കൊണ്ടും ആരും അവർക്ക് മുന്നിൽ പോണ്ട എന്നുള്ളൊരു മനോഭാവമാണ് ട്രംപിൻ്റെ കയ്യിരിക്കുന്നത്. അമേരിക്കയിൽ ഒരുപാട് നല്ല മനുഷ്യരുണ്ട്. ട്രംപിൻ്റെ ഈ നിലപാടും അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഇതൊക്കെ അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്നത്. പക്ഷേ എന്ത് തന്നെയായാലും അമേരിക്കയാണ് ലോക പോലീസ് എന്നുള്ള മനോഭാവം അവ പൗരന്മാർക്ക് മുഴുവനും ഉണ്ട് താൻ. ഇന്ത്യക്ക് അത് ഏതെല്ലാം തരത്തിൽ അക്രമങ്ങൾ ഉണ്ടാക്കാൻ, ഇന്ത്യയുടെ ഭരണകർത്താക്കൾക്ക് അശാന്തി ഉണ്ടാക്കാൻ ഇന്ത്യക്കകത്തൊരു ഘോര യുദ്ധം നടത്താനും വിപ്ലവം നടത്താനും ഏതെല്ലാം തരത്തിൽ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് സത്യമായ കാര്യങ്ങളാണ്. അത് നല്ലപോലെ വ്യക്തമായിട്ട് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ് ഇത് പറയുന്നത്. ഒരു മൂന്നാം ലോകയുദ്ധം ഇവിടെ പൊട്ടിപ്പുറപ്പെടാൻ വലിയ താമസമൊന്നുമില്ല. ആ ഒരു നിലയിലോട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അതെന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഒരു കാര്യം ആലോചിക്കണം, ഇന്ത്യ ഒരു കാര്യം ചിന്തിക്കണം. അമേരിക്കയ്ക്ക് വലിയ ഒരു മോഹമുണ്ട്, ചൈനയെ കൊണ്ടോ പാകിസ്ഥാനെ കൊണ്ടോ അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ കൊണ്ടോ അല്ലെങ്കിൽ ശ്രീലങ്ക കൊണ്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൊണ്ട് ഇന്ത്യയ്ക്ക് ഒന്ന് മുട്ടി ഒരു യുദ്ധം നടത്താൻ. ഇന്ത്യ ആ ഒരു മണ്ടത്തരത്തിൽ ഒരിക്കലും മുതിരരുതും. അവരെങ്ങനെ ചൊറിഞ്ഞാലും അവിടെ നിന്ന് ചൊറിഞ്ഞോട്ടെ എന്ന് മാത്രമേ ഇപ്പം നമ്മൾ ചിന്തിക്കാവൂ. മറിച്ചാണെങ്കിൽ നമ്മൾ കരുതുന്നത് പോലല്ല, ഈ ലോകം കത്തും, ഉറപ്പായ കാര്യമാണ്. അവിടെ ട്രംപിനൊരു നേട്ടവും ഉണ്ടാകാനും പോകുന്നില്ല. അവിടെയും ട്രംപ് പരാജയപ്പെടും. ട്രംപിൻ്റെ വിനാശം ട്രംപ് തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉക്രൈൻ ജനത ദൗത്യങ്ങൾ അനുഭവിക്കുന്ന വേദനകളും ത്യാഗങ്ങളും നിസ്സാരമല്ല. റഷ്യൻ പ്രസിഡന്റ് പുടിനോടുകൂടെ ഞാൻ പറയാണ്, താങ്കൾ ആവശ്യമില്ലാതെ ഉക്രൈനെ തേജോവധം ചെയ്യാതിരിക്കുക. അവരെ നിങ്ങൾക്കൊപ്പം ഫൈറ്റ് ചെയ്യാനുള്ള വലിയ കരുത്ത് അവർക്ക് ഇല്ല. അത് അറിഞ്ഞു വേണം. നമ്മളൊപ്പം ഉള്ളവർ പെട്ട് വേണം നമ്മൾ എപ്പോഴും ഫൈറ്റ് ചെയ്യാൻ. അവർ ജീവിച്ചു പോട്ടെ, അവരെങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ. ആരുടെയും മുതലിലോട്ട് കൈകടത്താതെ ഇരിക്കുക. നമ്മുടെ മുതലിലോട്ട് കൈകടത്താൻ ആര് വന്നാലും നമ്മൾ അതിനെ എന്ത് ചെയ്യും? കഴിവ് ഇല്ലെങ്കിൽ അത് ഒപ്പിച്ച് നമ്മൾ അതിനെ നേരിടും. അവരും അതേ ചെയ്യുന്നുള്ളൂ. ഇസ്രായേലിനെ കൊണ്ട് ആവശ്യമില്ലാതെ ആയുധം അടിപ്പിച്ച് കുറേ രാജ്യങ്ങൾ, അതായത് ഇറാൻ്റെ കയ്യിലെ ഏറ്റവും വലിയൊരു പാളിച്ചയാണ് ഇറാനും പറ്റിയത്. ആവശ്യമില്ലാതെ ഒരു ശല്യത്തിനും പോവാതിരുന്ന അവരുടെ അടുത്ത് എന്താണ് നിങ്ങൾക്കുള്ള എത്ര വിദ്വേഷവും വെറുപ്പും? അവർ നിങ്ങളുടെ തോളക്കറാൻ വരുന്നില്ലല്ലോ. പിന്നെ നിങ്ങൾക്കെന്താ പ്രശ്നം? ഇറാൻ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടി അവരുടെ നേതാവിനെ കൊല്ലിച്ചതൊന്നും അവർക്ക് മതിയായിട്ടില്ല. ഇനിയെങ്കിലും നിങ്ങൾ ശാന്തരാകും. ഇനിയെങ്കിലും നിങ്ങൾ ക്ഷമയോടുകൂടി ശാന്തരായി ഇനി നിങ്ങൾക്ക് വന്ന നഷ്ടങ്ങൾ നികത്തി നിങ്ങളുടെ പൗരന്മാരെ ശാന്തരാക്കി ഇരുത്താൻ ശ്രമിക്കും. നിങ്ങൾ വിചാരിക്കുന്നത് പോലല്ല അമേരിക്കയുടെ ലക്ഷ്യവും ചിന്തയും വളരെ വലുതാണ്. അവർ വിചാരിക്കുന്നത് നേടാൻ അവരെന്ത് കളി കളിക്കും, അതിനകത്ത് യാതൊരു സംശയമില്ല. ഇവിടെ മോദി നോക്കിയപ്പോൾ മോദി ലോകത്തെ അവാർഡുകളെല്ലാം മേടിച്ച് അംഗീകാരങ്ങളെല്ലാം മേടിച്ച് മോദി ഭയങ്കര ലെവലിൽ പോകുന്നു. മോദി എന്നും പറഞ്ഞ് തരംഗങ്ങൾ സൃഷ്ടിക്കുന്നു. ഇറ്റാലിയൻ മിനിസ്റ്ററുമായിട്ട് നല്ല സ്നേഹബന്ധം, നല്ല കെട്ടുറപ്പുള്ള. ഇപ്പം ജപ്പാൻ മിനിസ്റ്റർ അവരോട്ട് എന്തോരു നല്ല സ്നേഹബന്ധമാണ് അവർ വെച്ചിരിക്കുന്നത്. അതൊക്കെ ട്രംപിന് സഹിക്കൂ? ട്രംപിനെ ഇല്ല പറഞ്ഞ ഡിസ്കോ ഡാൻസ് കളിക്കാനോ വന്നിട്ട് കൈയും പൊക്കി കളിക്കാനുള്ള ഇതേ പുള്ളിക്കറിയൂ. പുള്ളി മനസ്സിലാക്കേണ്ടുന്ന കാര്യമുണ്ട്. പുള്ളിയുടെ പ്രവചനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയെ ഞാൻ. ട്രംപ് തോക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത് തോക്കുകയും ചെയ്തു. രണ്ടാമത് അവിടെ ഒരു കീഴ്വഴക്കം വരാൻ സാധ്യത ഉണ്ട്, അയാൾ ജയിക്കും, നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് പറഞ്ഞത് ഞാൻ തന്നെ. അതിനുശേഷം അദ്ദേഹം കാണിച്ച വേല എന്താണ്? ടാക്സ് ആവശ്യമില്ലാത്ത എല്ലാ രാജ്യങ്ങൾക്കും പലതും അടിച്ചേൽപ്പിച്ച് പലതരത്തിൽ തളർത്താൻ നോക്കി. ഇന്ത്യ ഏതെല്ലാം തരത്തിൽ തളർത്താൻ നോക്കി? പറ്റിയോ? പറ്റിയില്ല, പറ്റത്തുമില്ല. ഇപ്പം ഒന്നും നടക്കാതെ വന്നപ്പോഴാണ് പല ആൾക്കാരെയും ഇന്ത്യയിലോട്ട് കടത്തി വിട്ട് പാകിസ്ഥാനെയും കൂട്ടുപിടിച്ച് എല്ലാവരെയും കൂട്ടുപിടിച്ച് പല കളികൾ കളിക്കുന്നത്. മോദിജിയുടെ പതനമാണ് ഇന്ത്യയിലെ
BJPയുടെ പതനമാണ് അവർ ആഗ്രഹിക്കുന്നത്. കാരണം ഇവർ ഇരുന്നാൽ അവരുടെ ഒരു കളികൾ നടക്കില്ല എന്ന് നല്ലപോലെ മനസ്സിലായി. ഇപ്പം ഇവിടെ കോക്രോച്ച് ടീമുകളും അതിനെ കുറെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ബുദ്ധിജീവികളും പ്രതിപക്ഷവും ഒക്കെ അതിനകത്ത് കടന്ന് വെറുതെ വരവി എന്തിനാ ഈ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന? അമേരിക്കയിൽ ആര് പോയി പഠിച്ച് ഏത് രാജ്യത്ത് വന്ന ആ രാജ്യത്ത് വിനാശങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. അറബ് രാജ്യത്ത് രാജകുമാരന്മാർ പോയി പഠിച്ചിട്ട് വന്ന് അവിടെ പ്രശ്നമുണ്ടായി അവരെ തലവെട്ടി കളഞ്ഞിട്ടില്ല. എത്ര കഥകളുണ്ട് നമുക്കറിയാവുന്ന. അപ്പം ഇങ്ങനെ ഒരു ആൾക്കാർക്ക് ഇവിടെ രൂപം കൊടുക്കാനും അതിന് ധനസഹായം ചെയ്യാനും ലോകത്ത് ഒരുപാട് ജനങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഭാരതത്തിൽ എങ്ങനെ ഒരു അശാന്തി ഉണ്ടാക്കാം, ഭാരതത്തിൽ ഒരു വലിയൊരു ഘോരമായൊരു ഒരു ഒരു വിപ്ലവം ഉണ്ടാക്കാൻ എങ്ങനെ കഴിയുമെന്ന് അവർ ഉറക്കമുളഞ്ഞിരുന്ന് പഠിക്കുകയാണ്. എന്ത് നോക്കിയിട്ടും ഇന്ത്യ അടുത്തൊരു കളി നടക്കുന്നില്ല. ഇപ്പം സത്യത്തിൽ പറഞ്ഞാൽ ഈ പ്രതിപക്ഷത്തിന് വേറൊരു പണിയില്ലേ? അവരെന്തിനാണ് നേരെ ചൊവ്വിനെ ഭരിക്കാൻ അവർക്ക് പിന്നെ സമയങ്ങളും കാര്യങ്ങളൊക്കെ 10-45 കൊല്ലം ഭരിച്ചില്ലേ? ഭരിച്ചപ്പോൾ അവർ നേരെ ചൊവ്വിനെ ഭരിച്ചു പോയി കുഴപ്പങ്ങളില്ലായിരുന്നല്ലോ. ഇപ്പോഴും അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വന്നതാണല്ലോ. എന്തുകൊണ്ട്? അപ്പം നിങ്ങളുടെ രീതിയും ചിന്തയും പ്രവൃത്തിയും ഒന്നായിരിക്കണം. നിങ്ങളുടെ നിലപാടുകളെന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ താല്പര്യത്തെ അല്ല നിങ്ങൾ നിലപാടെടുക്കുന്നത്. ഇപ്പം തന്നെ ആ കോക്രോച്ച് പാർട്ടികളുടെ അവിടെ പോയി അവർക്ക് വേണ്ടി എന്തിനു വേണ്ടി ഇത്രയും ഈ കോലങ്ങൾ കാണിച്ചത്? നിങ്ങളുടെ വില നിങ്ങൾ തന്നെയല്ലേ ഇല്ലാതാക്കുന്നത്? ആവശ്യമില്ലാതെ നിങ്ങൾ പോയി വെറുതെ പോലീസുകാരുടെ മുന്നിൽ പോയി പെട്ട് ഇങ്ങനെ അവരുടെ അടുത്ത് വെല്ലുവിളിക്കുകയും ഇത് കാണിക്കുന്നതൊക്കെ ശരിയാണോ? സ്ത്രീകളുടേതായ നിലയിൽ നിൽക്കണം. ഭാരതമാണ്, ദേവിയാണ് സ്ത്രീ, അമ്മയാണ് സ്ത്രീ, ഒക്കെ ശരി തന്നെയാണ്. ഭാരതാംബയാണ്, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ അക്രമം കാണിക്കുന്ന ഏതാണായാലും പെണ്ണായാലും അടിച്ച് നിരത്തുന്നതിനകത്ത് ഒരു തെറ്റുമില്ല. രാജ്യ സുരക്ഷിതത്വമാണ് ആവശ്യം. ഇത് ചൈനയിലായിരുന്നെങ്കിലോ ബുൾഡോസർ കയറ്റി ഇറക്കത്തില്ലായിരുന്നു. ചൈന ചെയ്ത അതേ സിസ്റ്റം ഇവിടെ വരണം. മോദിജി എടുത്ത് ഈ ഒരു കാര്യത്തിൽ അമിത്ഷാ എടുത്തും രാജ്നാഥ് സിംഗ് എടുത്തും ഒക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യമുള്ളത്, നിങ്ങൾ ഇനിയെങ്കിലും നിങ്ങളുടെ ലക്ഷ്യം, നിങ്ങളുടെ രാജ്യത്തെ നിങ്ങൾ എങ്ങനെ കാണുന്നു, നിങ്ങൾക്ക് ഏത് രീതി കൊണ്ടുപോകണമെന്ന് ഇവിടെ ഒത്തൊരുമയും സൗഹാർദ്ദതയോടെ കൊണ്ടുപോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കറിയാം. പക്ഷേ നിങ്ങൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടിച്ചമർത്തേണ്ടതിനെ അടിച്ചമർത്ത് തന്നെ വേണം. കാരണം രാജ്യ സുരക്ഷിതത്വമാണ് വേണ്ടുന്നത്. ഇവിടെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അശാന്തി ഉണ്ടാക്കാൻ പാടില്ല, ശാന്തിയാണ് വേണ്ടുന്നത്. ഇന്ന് നടന്ന സംഭവം ഈ കോക്രോച്ച് പാർട്ടി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ഇത്രയും എത്ര പോലീസുകാരെയാണ് അവരടിച്ച് നശിപ്പിച്ചു കളഞ്ഞ്? അവരും മനുഷ്യരല്ലേ? ആ പോലീസുകാരെ എന്തൊരു രംഗങ്ങളത് സത്യത്തിൽ പറഞ്ഞ് കണ്ടത്. അവര് കഷ്ടമല്ലേ? അവര് മനുഷ്യരല്ലേ? അവർക്ക് ഒരു കുടുംബം ഉള്ളതല്ലേ? അവരെയും നേരം വെളുത്ത് ഇറങ്ങി വരുന്നതല്ലേ വീട്ടിൽ നിന്ന്? അവരുടെ ഭാര്യയും മക്കളും അമ്മ അച്ഛനും ഒക്കെ കാത്തിരിക്കുന്നില്ലേ? എങ്ങനെ തോന്നി ഇവരെ ഇങ്ങനെ ഈ മൃഗീയമായി ഉപദ്രവിക്കാൻ? രാജ്യത്ത് ജീവിക്കുന്നെങ്കിൽ അച്ചടക്കവും മര്യാദയായിട്ട് ജീവിക്കണം. അതാണ് വേണ്ടുന്നത്. അല്ലാതെ അക്രമം കാണിക്കുകയല്ല വേണ്ടുന്നത്. മറ്റു രാജ്യക്കാരുടെ പണവും മേടിച്ച് രാജ്യത്ത് അട്ടിമറി നടത്താൻ പോകുന്നവരെ തൂക്കിലേക്ക് ഏറ്റിയാണ് വേണ്ടുന്നത്. ഇവിടെ വേറെ പലരും തലപൊക്കി വന്നല്ലേ ഇവിടെ ഏതാണ്ടൊക്കെ സംഭവിച്ച് കളയാം, അതൊക്കെ ആക്കി കളയാന്നും പറഞ്ഞ്. ഇവരെയൊക്കെ ഒരുപാട് പാവങ്ങൾ ബലിത അർപ്പിച്ച രാജ്യമാണ് ഇന്ത്യ. ഒരുപാട് ധീരരായ ആൾക്കാരെ. അപ്പം നിസ്സാരമായ ഓരോരുത്തർ വന്ന് അവരുടേതായ രീതി കൂടെ അവരുടെ പാർട്ടിയാണ് ഇതാണെന്നും പറഞ്ഞ് ഇവിടെ വന്ന് ആധിപത്യം സ്ഥാപിച്ച് ഭരിക്കുന്നവരെ അശാന്തിപ്പെടുത്തി അവരെ ബുദ്ധിമുട്ടിച്ച് ഒന്നുമല്ല വേണ്ടുന്നത്. ലോകത്തിൻ്റെ മുന്നിൽ നമ്മളുടെ നിലയും വിലയും ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ അവനെ അടിച്ചമർത്താനും അട്ടിമറി നടത്താനും വരുന്ന ഏതൊരു ശക്തിയാണെങ്കിലും ഏതൊരു വ്യക്തിയാണെങ്കിലും അതിന് ഒരു തടസ്സവും ഇല്ല, അതിന് ഒരു വിട്ടുവീഴ്ചയും ചേരുന്നതാണ് എൻ്റെ പക്ഷം. ഇനി വളർന്നു വരുന്ന തലമുറയ്ക്ക് ജീവിക്കണം, കുഞ്ഞു കുട്ടികൾക്ക് ജീവിക്കണം. അവർക്കും ഉണ്ട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഒരുപാട്. നിങ്ങൾ കുറെ അശാന്തി കാണിക്കുമ്പം നിങ്ങൾ സത്യത്തിൽ ഈ പ്രതിപക്ഷത്തിന് യഥാർത്ഥത്തിൽ എന്താണ് നിങ്ങളുടെ കുഴപ്പം, നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങൾക്ക് ഇനി ഇവിടെ ഭരിക്കാൻ നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ വേലകളെല്ലാം കാണിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഇത്രയും കൊല്ലം ഇത്രയും വർഷം ഈ രാജ്യം ഭരിച്ചില്ലേ? ഇന്ത്യയുടെ മുതലുകളെല്ലാം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കുകയല്ലേ ചെയ്തത്? അപ്പൊ പിന്നെ എന്തിനിങ്ങനെ ഉള്ള ഒരു പ്രശ്നത്തിന് ഒക്കെ മറ്റു രാജ്യത്തിന്റെ പണവും മേടിച്ച് അവിടെ അവർ പറയുന്നത് നിങ്ങൾ കേട്ട് എന്തിനിങ്ങനെ പോകുന്നു? അതുകൊണ്ട് ഞാൻ പറയുന്നത്, ട്രംപിനോട് ഞാൻ പുടിനോടും പറയാണ്, നിങ്ങൾ മനുഷ്യരെ വെട്ടിവേഷം കെട്ടിക്കുകയോ കുരങ്ങ് കളിപ്പിക്കുകയോ ചെയ്യരുത്. നിങ്ങളുടെ കളികളൊക്കെ ഞങ്ങൾക്കറിയാം.
നിങ്ങൾ ഒത്തുതീർപ്പ് നടത്തും, പിന്നെ അങ്ങോട്ട് ബോംബിടും. പിന്നെ നിങ്ങൾ ആ സമാധാന ചർച്ച നടത്താൻ പോവും, പിന്നെ 2 മണിക്കൂറാകുമ്പോൾ വീണ്ടും ഒരു ബോംബിടും. എന്തു ഇത്? ഇതൊക്കെയാണോ മര്യാദ? നാണമില്ലേ മിസ്റ്റർ ട്രംപേ നിങ്ങൾക്ക്? മറ്റു പാവങ്ങളുടെ രക്തം ഊറ്റി കുടിക്കാൻ നിങ്ങൾക്ക് ലജ്ഞ തോന്നുന്നില്ലേ? നിങ്ങൾക്ക് നിങ്ങളുടെ പൗരന്മാർക്ക് അവിടെ ശാന്തമായി ജീവിക്കണ്ടേ? ഈ പാവങ്ങളെ കൊന്നൊടുക്കിയിട്ട് അതിൻ്റെ ചില്ലറ മേടിച്ച് വേണോ നിങ്ങൾക്ക് തിന്നാൻ? നിങ്ങൾ മര്യാദയായിട്ട് നിങ്ങളുടെ രാജ്യത്തെ നിങ്ങൾ നോക്കി ഭരിക്കുകയെ. നിങ്ങൾ മറ്റു രാജ്യത്ത് കയറി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ രാജ്യക്കാർക്ക് ഇറക്കിയ എന്ത് വേണം? നിങ്ങളൊരു രാജ്യത്തിലെ പ്രസിഡന്റിനെയും ഭാര്യയും നിങ്ങൾ പിടിച്ചുകൊണ്ട് പോയല്ലോ, കയ്യാമം വെച്ചുകൊണ്ട്. ഇവിടെ ഏത് ഒരു രാജ്യക്കാരുണ്ട് അതിനെ ചോദ്യം ചെയ്യാൻ? അവരെവിടാണോ, എന്താണോ, അവരുടെ അവസ്ഥ എന്താണോ പോലും നമുക്കറിയാൻ കഴിയുന്നില്ലല്ലേ. എന്താ ഇവിടുത്തെ മനുഷ്യാവകാശ ലംഘനമല്ലേ ചെയ്ത്? ഇവിടുത്തെ മനുഷ്യാവകാശക്കാരെവിടെ പോയി? ഇവിടെ ലോകാരോഗ്യ സംഘടന എവിടെ പോയി? ഇവിടുത്തെ UN ജനറൽ എവിടെ പോയി? ഇവിടുത്തെ ബുദ്ധിജീവികൾ എവിടെ പോയി? അന്ന് ഇതാരും ഒന്നും കണ്ടില്ലേ? അവരൊരു മനുഷ്യരല്ലായിരുന്നു. പണ്ട് സദാമിനെ ഈസിയേറ്റി സദാമിനെ ഒപ്പിച്ച് അവസാനം സദാമിനെ കൊണ്ട് യുദ്ധവും ചെയ്യിപ്പിച്ച് അവസാനം അയാളെ തൂക്കിയും കൊന്നു. അതല്ലേ അമേരിക്ക ചെയ്തത്? അന്ന് ഈ അറബ് രാജ്യക്കാര് പിന്നെ അന്നും ഞാൻ ഗൾഫിൽ നിൽക്കുകയാണ്. ഇത് ആവശ്യമില്ലാത്ത കാര്യമാണ്. അയാൾ ഇവിടെ ഹജ്ജ് ചെയ്യാൻ വന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ചായ വിരുന്ന് സൽക്കാരത്തിന് അദ്ദേഹത്തിന് ഒരുപാട് ന്യൂസിൽ ഞാൻ കണ്ട അദ്ദേഹത്തിന് ഒരുപാട് പിന്നെ തമാശ രീതിയിലൊക്കെ ആരുടെയൊക്കെ മുഖത്ത് ആരോട് ചായയൊക്കെ ഒഴിച്ച്, എനിക്ക് എത്ര ഓർമ്മ കിട്ടുന്നില്ല, ചൂട് ചായയൊക്കെ എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതറിയോ? അപ്പം അദ്ദേഹത്തിനെ ചൊടിപ്പിച്ചതാണ്. കുവൈത്ത് എങ്ങനെ കഴിഞ്ഞൊരു രാജ്യമാണ്. അവസാനം ഒരു റൊട്ടിക്ക് വേണ്ടി ഒരു തെണ്ടി അലഞ്ഞവര് നമ്മൾ കണ്ട കാഴ്ചയാ. ഞങ്ങൾക്കെല്ലാം ഒന്ന് ചാകരയായിരുന്നു, ഭയങ്കര പണിയായിരുന്നു. അതറിയോ? അപ്പം ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ വളരെ വലുതാണ്. അമേരിക്ക ഇരുന്നിരുന്ന് ഓരോ കുഴപ്പങ്ങളുണ്ടാക്കും. ഈ അറബ് രാജ്യക്കാർക്ക് ഇനി ബുദ്ധി ഉണ്ടാവുന്നു? അമേരിക്കയുടെ വാക്ക് കേട്ട് നിങ്ങൾ ആവശ്യമില്ലാതെ ഒരു കാര്യത്തിനും നിങ്ങൾ ഇറങ്ങരുത്. നിങ്ങൾ നിങ്ങളുടെ പൗരന്മാരെ നോക്കി നിങ്ങളുടെ രാജ്യത്തെ സുരക്ഷിതമാക്കാൻ നോക്കുക. ഞാൻ ഇസ്രായേലിനോട് പറയുന്നു, നിങ്ങളുടെ മുകളിൽ ആര് ചൊറിയാൻ വന്നോ അവനിനി ഏത് കൊമ്പനായാലും ശരി അവനെ വിടരുതും, അവനെ തീർത്തേക്കണം. അമേരിക്കയുടെ വാക്ക് കേട്ട് ആരെ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾക്ക് ഭാരതമെന്ന ആ രാജ്യം, ആ രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾക്കൊപ്പം ഉണ്ട്. ഇത് ഏത് കാലത്തും ഉണ്ടാവും, ഉറപ്പാ, സംശയമില്ലാത്ത കാര്യം. അതുകൊണ്ട് പിന്നെ ഇറാനോട് പറയാനുള്ളത്, ഇറാൻ ഇനിയെങ്കിലും ആവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കാതിരിക്കുക. നിങ്ങൾ അങ്ങോട്ട് നമ്മൾ ഒരു പ്രാവശ്യം നമ്മൾ നിശബ്ദനായെന്ന് വെച്ചാൽ നിങ്ങൾ തോറ്റൊന്നും പോകത്തില്ല. നിങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാരെ അല്ലെങ്കിൽ രാജ്യത്തിനെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ നിങ്ങൾ ആ രാജ്യത്തിന് നിങ്ങൾ പകയും വിദ്വേഷവും മാറ്റിവെച്ച് നിങ്ങളെ രാജ്യത്തിനെ നിങ്ങൾ ഒന്നേന്നെല്ലാം ഇനി എത്ര വർഷം പിടിക്കും അതെല്ലാം ഒന്നേന്നാക്കിയെടുക്കാൻ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതായിരിക്കും നല്ലത്. ആവശ്യമില്ലാതെ ഉള്ള യുദ്ധം ചെയ്ത് വളർന്നു വരുന്ന തലമുറകളെയും ഇനി എടുക്കാതിരിക്കുന്ന ഒത്തുങ്ങളെ ഒന്നും നിങ്ങൾ വിഷമിപ്പിക്കാതിരിക്കുക, പ്രയാസപ്പെടുത്താതിരിക്കുക. ഈ ഭൂമി ഒരു ചൊവ്വാഗ്രഹത്തെ പോലെ ആക്കി മാറ്റാതിരിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. ട്രംപിന്റെ പരിപാടി, ട്രംപ് എന്നല്ല, ഇനി ആര് വന്നാലും, ട്രംപിന് കഴിഞ്ഞിനി വേറൊരാൾ വന്നാലും അവിടെ നടക്കാൻ പോകുന്ന കാര്യം ഇതൊക്കെ തന്നെ. കാര്യം അവരെ അങ്ങനെയാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. പറഞ്ഞു മനസ്സിലായില്ലേ? കാതിൽ പറയും, നമ്മളാണ് ലോകത്തിന്റെ പോലീസ്, നമ്മൾ അങ്ങനെ അത് വിട്ട് കിക്കരുതും, അങ്ങനെ തന്നെ നിന്നോണം. ഇത് കാതിൽ ചൊല്ലിക്കൊടുക്കുന്നതാണ്. രഹസ്യ മന്ത്രങ്ങളുണ്ടല്ലോ ചില പറഞ്ഞോട് എന്ന് പറഞ്ഞ പോലാണ് ഇവിടെ. അതാണ് പഠിപ്പിച്ചു വിടുന്നത് അവര്. അപ്പം ലോക പോലീസ് ആവാനത്. പക്ഷെ ഒരു കാര്യം പറയാം, എല്ലാം കാണുന്ന ഈശ്വരൻ ഇതിനെല്ലാം ഒരു അറുതി വരുത്തും, അത് ഉറപ്പാണ്. അന്ന് ഇവരെല്ലാം ഓടിത്തള്ളത്തേ ഉള്ളൂ, സംശയമില്ലാത്ത കാര്യം. ഉക്രൈനടുത്ത് ആവശ്യമില്ലാതെ റഷ്യ അവിടെ ബോംബ് പെട്ടത് തെറ്റായിപ്പോയി, വളരെ തെറ്റായിപ്പോയി. 4 ഇന്ത്യക്കാരൻ മരിച്ചില്ലേ? 4 ഇന്ത്യക്കാരൻ മരിച്ചില്ലേ? ഇതിന്റെ കണക്കാര് പറയും. ട്രംപ് ഇനിയിപ്പം പിന്നെ ഭരണത്തിൽ ഇരുന്നാലും ഭരണത്തിൽ ഇരുന്നില്ലേലും എല്ലാം കൊണ്ടും ട്രംപിന് അശാന്തിയുടെ ദിനങ്ങളാ വരാൻ പോകുന്നത്. ആവശ്യമില്ലാതെ ഓരോ രാജ്യക്കാരെ തേജോപതം ചെയ്യുക, അവരുടെ മുകളിൽ അമിതമായിട്ട് ടാക്സ് അടിച്ചേൽപ്പിക്കുക, ഓരോ പാവങ്ങൾ എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഒരു ബിസിനസ് നടത്തുമ്പോൾ അവരുടെ പെടലേക്ക് അടിച്ചു വെക്കുക. ഇതൊക്കെയാണ് നയം.
ഇന്ത്യ അടുത്ത് എന്തെല്ലാം ക്രൂരതയെ കാണിച്ച് അതുപോലെ ഏതെല്ലാം രാജ്യത്തിനടുത്താണ് കാണിച്ചിരിക്കുന്നത്. കുറെ ബംഗ്ലാദേശിനെയും പാകിസ്ഥാൻകാരെയും ചൈന എല്ലാവരെയും കൂടെ ഒക്കെ ഒപ്പിച്ച് വെച്ചുകൊണ്ട് എങ്ങനെ ഇന്ത്യക്കകത്തൊരു വിപ്ലവം ഉണ്ടാക്കി അട്ടിമറി നടത്തി എല്ലാം അങ്ങ് നേടാവുന്നതാണ് ട്രംപിന്റെ ഒരു വ്യാമോഹമെങ്കിൽ, ട്രംപെ ഞാൻ പറയുന്നത് ഒരു ചുക്കും ചുണ്ണാമ നടക്കാൻ പോകുന്നില്ല. ഇത് രാജ്യം വേറെയാണ്. എന്ത് വന്നാലും ജനങ്ങൾ ഒന്നാണ്. പറഞ്ഞ മനസ്സിലായ? പിന്നെ അട്ടിമറിക്ക് ഏതവൻ വന്നാലും ഏതവൾ വന്നാലും അതിന് ഇനി ഏത് തരത്തിൽ നേരിടുന്നു നിങ്ങളിനി കണ്ടുകൊണ്ടിരുന്നോ? കളി കണ്ടുകൊണ്ടിരുന്നാൽ മതി. ഇനി ട്രംപ് ഭാരതത്തിൽ ഈ മാതിരി പണി ഇറക്കരുതും. ഇനി ഈ തലമുറകൾക്ക് സ്വസ്ഥവും സമാധാനമായിട്ട് ഈ ലോകത്ത് ജീവിക്കണം. അതിനകത്ത് ജാതി മതം ഒന്നുമില്ല. ഈ ലോകത്തുള്ള എല്ലാ പാവങ്ങൾക്കും എല്ലാ മനുഷ്യനും ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കണം. നിങ്ങൾ ഒറ്റ ഒരുത്തൻ മുഖേന ദുബായിലും അവിടെ ഇവിടെയൊക്കെ ഉള്ള പാവം മനുഷ്യർ കെട്ടിപ്പടുത്തിയ സാമ്രാജ്യങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിഞ്ഞു. ഇതിന് നിങ്ങൾ എന്ത് മറുപടി കൊടുക്കും? അതിന് കാരണക്കാരൻ നിങ്ങളാണ്. നിങ്ങളുടെ തലയ്ക്ക് മുകളിൽ ശാപങ്ങളുടെ കൊടുമുടിയാണ് കയറിയിരിക്കുക. അത് നിങ്ങൾക്ക് അറിയോ? അറിയോ? താങ്കൾ ഒറ്റ ഒരുത്തം മുഖേന പലരുടെയും ജീവിതത്തിൽ പല സ്വപ്നങ്ങളും ഇല്ലാതായിട്ടുണ്ട്, പല പ്രതീക്ഷകളും കരിഞ്ഞിട്ടുണ്ട്. അതിനെല്ലാം ഉത്തരവാദി താങ്കളാണ്. ഞാനിത് മലയാളത്തിൽ പറയുന്നത് എൻ്റെ ഭാഷയിൽ പറയണം. പക്ഷേ ഇത് താങ്കളുടെ ചെവിയിലെത്താൻ ഏതെങ്കിലും വഴിയുണ്ടെങ്കിൽ അത് എത്തിക്കുവാൻ ആർക്കെങ്കിലും മനസ്സുണ്ടെങ്കിൽ എത്തിക്കുക. കാരണം യുദ്ധമല്ല ഇവിടെ നമുക്ക് അനിവാര്യം. നമുക്ക് വിശപ്പ് മാറ്റുക, തലമുറകളെ നമ്മൾ വാർത്തെടുക്കുക, ഈ ഭൂമിക്ക് ശാന്തി കൊടുക്കുക, ഭൂമിയിൽ ജനിച്ചു വീഴുന്ന മക്കൾക്ക് നമ്മളൊരു പ്രതീക്ഷ കൊടുക്കുക, അവരെ പോറ്റി വളർത്തുക, മനുഷ്യനെ കാണാൻ ശ്രമിക്കുക. ഉള്ള വെടിക്കോപ്പുകൾ വാരിക്കൂട്ടി ഈ ഭൂമിക്ക് അശാന്തി പരത്തുന്നതല്ല ശരി. ഈ ഭൂമി ഒരു വലിയ സംഭവമല്ല, ചെറിയൊരു സംഭവമാണ്. സമാധാനപ്പെട്ടിട്ടുമ്പേ കടല് എല്ലാം കരുതി കൂട്ടി വെച്ചിട്ടുണ്ട്, പ്രകൃതി എല്ലാം കരുതി കൂട്ടിയിട്ടുണ്ട്. ഞാൻ ഇന്ന് പറയാണ്, നിങ്ങൾ ഇനി വരുന്ന കാലവർഷം നിങ്ങൾക്ക് ഭയാനകമായ നഷ്ടങ്ങളും കെടുതികളും ഉണ്ടാക്കി വെക്കും. അല്ലേ? കണ്ടോ? അതുപോലെ എല്ലാവരോടും പറയാണ്, ഈ അഹങ്കരിക്കുന്ന എല്ലാ രാജ്യത്തിനോടും ഞാൻ പറയാണ്, പ്രകൃതി ഇതെല്ലാം കണ്ട് വേദനിച്ച് നിൽക്കുകയാണ്. പ്രകൃതി ഒന്നിനും ഒരു നീക്കുപോക്കും കാണില്ല. എല്ലാം കണ്ട് മടുത്ത് വേദനിച്ചിരിക്കുകയാണ്. ആ ശിക്ഷ ശരിക്കും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു നാൾ എല്ലാവരുടെയും ശ്രദ്ധ റഷ്യയിലായിരിക്കുമെന്ന്. റഷ്യ എന്ന സ്ഥലത്ത് ജനങ്ങളുടെ എല്ലാം ശ്രദ്ധ അവിടേക്ക് പോവും. അത് സംഭവിച്ചിരിക്കും. എന്താണെന്നൊന്നും ഞാനിപ്പോൾ പറയില്ല. എന്താണെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഞാനത് പറഞ്ഞ് ഭീതിപ്പെടുത്തുന്നില്ല, വിഷമിപ്പിക്കുന്നില്ല. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. കുറേയൊക്കെ ഈശ്വരനെയൊക്കെ വിചാരിച്ച് നിങ്ങളുടെയൊക്കെ മതത്തിലുള്ള ദൈവങ്ങളെയൊക്കെ വിളിച്ച്, ദൈവം ഒന്നേ ഉള്ളൂ, ഒരുപാടൊന്നും ദൈവമില്ല. ഈ ലോകത്ത് ഒറ്റ ദൈവമേ ഉള്ളൂ. അല്ല നിങ്ങൾ പറയുന്ന പോലെ നമ്മളൊക്കെ ഓരോരുത്തരെ മതത്തിലും പോയി അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി ഓരോ മതം സ്വീകരിച്ചു നമ്മൾ ഓരോന്നാക്കി വിളിക്കുന്നു. പക്ഷെ അതല്ല, ഈശ്വരൻ എന്നുള്ളത് ഒരൊറ്റ ശക്തിയാണ്. ആ ദൈവത്തിനെ നമ്മൾ കുത്തി നോവിക്കാതിരുന്നാൽ നമുക്ക് കൊള്ളാം. അമേരിക്കയ്ക്ക് ഒരുപാട് വിഷമങ്ങൾ അമേരിക്കയുടെ മുന്നിൽ ചുറ്റിക്കറങ്ങുന്നുണ്ട്. സാമ്പത്തികപരമായിട്ടും ദാരിദ്ര്യപരമായിട്ടും കാലാവസ്ഥപരമായിട്ടും പല വിനാശങ്ങളും, പല രോഗ പ്രശ്നങ്ങൾ കൊണ്ടും അതിനുള്ളിലെ കലഹങ്ങൾ കൊണ്ടും ആഭ്യന്തര കലഹങ്ങളും ഒക്കെ പലതും അവിടെ തലപൊക്കാൻ സാധ്യതയുണ്ട്. ഇതൊന്നും ചുമ്മാ ഉണ്ടാവുന്നതല്ല, ഇത് ദൈവശിക്ഷയാണ്. ദൈവം നിശ്ചയിക്കുന്ന കാര്യങ്ങളാണ്. അമേരിക്ക ഒറ്റയായി പോവും. ഞാൻ എഴുതി വെച്ചു തരാം. അമേരിക്കയോടൊക്കെ ആരും കാണത്തില്ല. ചിലപ്പോൾ ആരും യുദ്ധം കൊതിക്കുന്നില്ല, ആരും യുദ്ധം ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഗതികേട് കൊണ്ട് അങ്ങക്കൊപ്പം നിൽക്കുന്നു. നിങ്ങൾ പലയിടത്തുനിന്നും എഗ്രിമെൻ്റ് മേടിച്ച് പല രാജ്യക്കാരെയും ഒപ്പം നിർത്തി എഗ്രിമെൻ്റ് എഴുതി മേടിച്ച് അവർക്ക് കണ്ടമാനം ധനവും കൊടുത്ത് പല വകുപ്പുകളും ഒപ്പിച്ചു കൊടുത്ത് പിന്നെ ഇപ്പം നിങ്ങൾ പറയുന്നത് കേൾക്കാനല്ലേ പറ്റും അവർക്ക്? എൻ്റെ രാജ്യത്ത്, ഞാൻ പൗരനായ രാജ്യത്ത്, എൻ്റെ ഭാരതത്തിൽ നിങ്ങൾ കൂടുതൽ കൊത്താൻ നോക്കണ്ട. അതെ, ഞങ്ങൾ ഓരോ പൗരന്മാരും വളരെ ശ്രദ്ധയോടെ തന്നെയാണ് അതിനെ കാണുന്നത്. ഈ രാജ്യത്തിനകത്ത് താങ്കൾ അവിടെ നിന്നുകൊണ്ട് വിപ്ലവം ഉണ്ടാക്കാനോ അട്ടിമറി നടത്താനോ ശ്രമിച്ചാൽ അത് വില പോവില്ല. ട്രംപിന്റെ ബുദ്ധിയല്ല മോദിജിയുടെ ബുദ്ധി, അത് മനസ്സിലാക്കിക്കോ. അത് നിങ്ങൾക്ക് പലവട്ടം മനസ്സിലായിട്ടുണ്ട്. കുറെ ടാക്സ് സംഭവങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നപ്പം
അത് അത് മരവിപ്പിച്ച് തന്നെ കളയും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മരവിപ്പിക്കും, അസത്യം. അതിന് എനിക്കറിയാം എന്ത് വേണമെന്നുള്ളത്. ഞാൻ ഏത് ലോകത്തിരുന്നാലും നിങ്ങളിനി ഏത് പാതാളത്തിൽ പോയി ഏത് ഗുഹയിൽ പോയി എന്നാലും അവിടുന്ന് പുകച്ച് പുറത്ത് നിങ്ങളെന്നല്ല ആരാലും പുറത്ത് കൊണ്ടുവരാനുള്ള ശേഷിയും കഴിവും എൻ്റെ ഈശ്വരനിൽ നിന്ന് ഞാൻ നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ വേദനയാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പ്രയാസമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂമി പുണ്യം നിറഞ്ഞൊരു ഭൂമിയാണ്. ഈശ്വരദീനം ആവോളം നിറഞ്ഞു നിൽക്കുന്നൊരു ഭൂമിയാണ്. ഇവിടെ എന്തുമാത്രം ശബ്ദ തരംഗങ്ങളാണ് ഈ പ്രകൃതിയിൽ നിൽക്കുന്നത്. നമുക്കത് കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ. അതിനെ നിങ്ങൾ കരിച്ച് കളയാൻ നിങ്ങൾ നോക്കിയാൽ അതൊരു പ്രാണനെ കൊല്ലുന്നതിന് തുല്യമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങൾ പണ്ട് ജപ്പാനോട് ചെയ്ത പോലുള്ള പരിപാടികളൊന്നും പാവങ്ങളോട് മറ്റു രാജ്യക്കാരോടൊന്നും ചെയ്ത് അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വന്നാൽ നിങ്ങളുടെ തലേന്ന് ഒരിക്കലും ആ ശാപം മാറിപ്പോവില്ല. എന്തിൻ്റെയും തുടക്കവും അവസാനം അമേരിക്ക ആവാതിരിക്കുക, അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ ആവരുതേ എന്നും നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങൾ ലോകശാന്തിക്ക് വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുക, നിങ്ങൾക്ക് പുണ്യം കിട്ടും. അപ്പം എല്ലാവർക്കും ഒരു നല്ല ഇത് വരട്ടെ, എല്ലാവർക്കും നല്ലൊരു സമാധാനം ഉണ്ടാവട്ടെ.